all, assalamu alaikum. Once again, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ചിയാ സീഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ, കണ്ടിട്ടുണ്ടാവും. ചിലപ്പം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇത് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും, ഇതുവരെ കാണാത്ത ഇതെന്താ സംഭവം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസും ഇതിൻ്റെ ഗുണങ്ങളും എന്താണെന്നൊന്നും അറിയാത്ത ആളുകളും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ചിയാ സീഡ് നമ്മൾ വെയിറ്റ് ലോസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ ഇത് എങ്ങനെ കഴിച്ചാലാണ് നമ്മൾ വെയിറ്റ് ലോസ് ഫാസ്റ്റനാക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ റെസ്പോൺസും ഫീഡ്ബാക്സും ഒക്കെ കമൻ്റായിട്ട് താഴെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്താണ് ഈ ചിയാ സീഡ്? ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ കുഞ്ഞതാണല്ലേ, ഭയങ്കര കുഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് വന്നിട്ട് ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറിലാണ് കിടക്കുന്നത്. അതുപോലെ ഭയങ്കര ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞ് സീഡ്സാണ് ചിയാ സീഡ്സ്. ആൾ ചെറുതാണെന്നുണ്ടെങ്കിലും ആൾക്കുള്ള പ്രോപ്പർട്ടീസും ഗുണങ്ങളും എന്ന് പറഞ്ഞത് ഒത്തിരി ആട്ടോ. ഒരുപാട് പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഫൈബേഴ്സും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ചിയാ സീഡ്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ആർക്കൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് കഴിക്കാം. അതുപോലെ PCOS ഉള്ളവർക്ക്, തൈറോയ്ഡ് ഉള്ളവർക്ക്, ഡയബറ്റിക് പേഷ്യൻസിന്, പ്രഗ്നൻറ്റ് ലേഡീസിന് ഒക്കെ കഴിക്കാം. പക്ഷെ ആർക്ക് കഴിക്കുമ്പോഴും അതിനൊരു ഒരു ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതായത് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അമിതമായാൽ അമൃതം വിഷം എന്നാണല്ലോ. സോ ഇത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റില്ല. പെർ ഡേ, അതായത് ഒരു ദിവസം മാക്സിമം പോയാൽ 2 ടേബിൾ സ്പൂണാണ് ചിയാ സീഡിൻ്റെ അളവ് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് മാക്സിമം ഒരു ദിവസം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ചിയാ സീഡ്. സോ അതിൽ കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഫസ്റ്റ് ടൈം ചിയാ സീഡ് ട്രൈ ചെയ്യുന്നവർ ഫസ്റ്റ് തന്നെ 2 ടേബിൾ സ്പൂണൊന്നും പോയി ട്രൈ ചെയ്യരുത് കേട്ടോ. അതായത് ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ദിവസം കുടിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ഒറ്റയടിക്ക്, കാരണം നമ്മളെ ബോഡി ഏതൊരു ഫുഡായാലും ഞാൻ എപ്പോഴും പറയലുണ്ട്, ഡയറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും ഒറ്റയടിക്ക് നമ്മൾ ആ ഒരു ഇതിലോട്ട് പോകരുത്. മെല്ലെ നമ്മളെ ബോഡി അതിനോട് ഇങ്ങനെ യൂസ്ഡ് ആയി വരണം. അപ്പോൾ ഏത് ഫുഡാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കുറേശ്ശെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ മാക്സിമം എത്രയാണ്? 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുക്കാൻ പാടുള്ളത്. പിന്നെ ഇത് എങ്ങനെയൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സോക്ക് ചെയ്തിട്ട് എങ്ങനെയാ വെച്ചാൽ രാവിലെ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് വെറും വയറ്റിൽ 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണ് ചിയാ സീഡ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ടിത് ഒരു 20 മിനിറ്റ്, ഒരു 30 മിനിറ്റ് സോക്ക് ആയതിന് ശേഷം എടുത്ത് കുടിക്കുക കേട്ടോ. അങ്ങനെയാണ് ഒരു വെയിറ്റ് ലോസ് ജേണിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് രാവിലെ കുടിക്കാൻ പറ്റുന്നത്. ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് കുടിക്കാം. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലത് കേട്ടോ. കാരണം അല്ലെങ്കിൽ കാലറി ഉള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് അത് കുടിക്കേണ്ടത്, മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെ ഇതിൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ചിയാ സീഡിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഹണി, നമ്മളെ തേനും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാം കേട്ടോ. അതും ഒരു നല്ലൊരു മോർണിംഗ് ഡ്രിങ്കാണ്, നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ചിയാ സീഡ് ഇനിയിപ്പോൾ രാവിലെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അടിക്കുന്ന സ്മൂത്തികളോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് കുറച്ച്, ഞാൻ പറഞ്ഞ ആ ലിമിറ്റ്, ആ ക്വാണ്ടിറ്റി മാത്രം എടുക്കാൻ പാടുള്ളൂ. അത്രയും ക്വാണ്ടിറ്റിയിൽ അത് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതുപോലെ സാലഡ്സിൽ നിങ്ങൾക്ക് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ചിയാ സീഡ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, സോക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്വാണ്ടിറ്റി വെള്ളം കൂട്ടിയിട്ട്, അതായത് വെള്ളം കൂടുതലായാലും ഇപ്പോൾ 2 ഗ്ലാസ് എന്നുള്ളത് 3 ഗ്ലാസ് ആയാലും പ്രശ്നമില്ല, 1 ടേബിൾ സ്പൂണ്.
കാരണം കൂടുതൽ വെള്ളം അതിൽ മിക്സ് ആക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് സോക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇതിങ്ങനെ അങ്ങനെ ഡബിളായി വരും, ഭയങ്കര ജെല്ലി പോലെ അങ്ങനെ ആയി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടായാലും മാത്രമേ അതിൻ്റെതായിട്ടുള്ള ഒരു ഫങ്ഷനിങ് കാര്യങ്ങളും മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെതായ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതൽ വെള്ളം എടുക്കാഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം നമ്മൾ ഇത് കുടിക്കുന്ന സമയത്ത് കുടിക്കാഞ്ഞാലും ചിലർക്ക് ബ്ലോട്ടിങ്, ഗ്യാസ്ട്രിക് പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളും വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ചിയ സീഡ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ സോക്ക് ചെയ്യുന്ന സമയത്തും ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ രാവിലെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറ്റ് ടൈം 2 ടേബിൾ സ്പൂൺ നമുക്കൊരു 4 ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ 4-5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിങ്ങനെ ബോട്ടിൽ അല്ലെങ്കിൽ ജഗ്ഗിലൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് അറ്റ് ടൈം നമുക്കത് കുടിക്കാൻ പറ്റില്ല അല്ലേ. ഒരു 1 അല്ലെങ്കിൽ മാക്സിമം 2 ഗ്ലാസ്സൊക്കെ രാവിലെ വെറും വയറ്റിൽ നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള വെള്ളം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഓരോ മീൽ, അതായത് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ഓരോ ഗ്ലാസ് ആയിട്ട് കുടിക്കാം. പിന്നെ എപ്പോഴും ഡേ ടൈമിൽ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഏർലി മോർണിംഗ് രാവിലെയും അതുപോലെ തന്നെ ഇടനേരങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടുള്ള സമയങ്ങളിലുമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ഏറ്റവും അതായത് നൈറ്റ് ടൈമിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വെള്ളമാണെങ്കിലും ഒത്തിരി നമ്മൾ രാത്രി കുടിക്കുന്നത് ആവശ്യത്തിന് കുടിക്കട്ടെ വെള്ളമൊക്കെ, അതല്ല. പിന്നെ ചിയ സീഡിൻ്റെ കാര്യം ആണല്ലോ ഇപ്പോൾ നമ്മൾ പറയാം. ചിയ സീഡാണെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് അത് നമ്മൾ ബെഡിൽ പോകുന്ന സമയത്ത് ബെഡ് ടൈമിൻ്റെ ആ ഒരു സമയത്ത് കുടിക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ 6 മണിയാകുമ്പോഴത്തേന് എൻ്റെ ഡിന്നർ തീരും, ആ ഒരു സമയത്ത് ഞാനത് എടുത്ത് കുടിക്കാറുണ്ടായിരുന്നു. കാരണം എനിക്ക് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ അത്രയും ടൈമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മളൊരു ഈവനിങ് അല്ലെങ്കിൽ ഒരു 6-6:30 ആ ഒരു സമയത്ത് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അതല്ലാതെ നമ്മളൊരു 8:30-9 മണി ആ ഒരു സമയത്തൊന്നും നമ്മൾ ചിയ സീഡിൻ്റെ ഡ്രിങ്ക് എടുത്തിട്ട് കുടിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഈ ഒരു ചിയ സീഡിൽ omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡയറ്റ് ആയാലും ഇത്തരത്തിലുള്ള എന്ത് സംഭവങ്ങളും ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അവരുടെ അഡ്വൈസിനനുസരിച്ചിട്ട് വേണം ചിയ സീഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇത് കഴിക്കുന്നത് മൂലം ചിലപ്പം നമ്മുടെ ബോഡിയിൽ ഒത്തിരി ആ ഒരു omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ സപ്ലിമെൻറ്റ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഓവർ ഡോസായി വരും. കാരണം ഇതിൽ തന്നെ ഓൾറെഡി നല്ല രീതിയിലുണ്ട് ചിയ സീഡിൽ, നമ്മൾ കഴിക്കുന്ന സപ്ലിമെൻറ്റും ഉണ്ട്. സോ അത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ബ്ലീഡിങ് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡോക്ടറെ അഡ്വൈസിനനുസരിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം വരുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മളത് കൺസ്യൂം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം, ഡയറിയ, വയറുവേദന, അങ്ങനത്തെ ഗ്യാസിൻ്റെ പ്രശ്നം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാനാണ് ചാൻസ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളിത് വെയിറ്റ് ലോസിനെ സൂപ്പറാക്കിയിട്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയുടെ സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ വിശപ്പുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഇടനേരങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഡ്രിങ്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിശപ്പുണ്ടല്ലോ, ക്രേവിങ്സും കാര്യങ്ങളൊക്കെ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ചിലപ്പോൾ ചിലർക്ക് അറിയുന്നുണ്ടാവും, മേ ബി ചിലർക്ക് അറിയാതെ ഒത്തിരി അങ്ങോട്ട് എടുക്കുന്നവരുണ്ടാകും. നമ്മളതിൽ മുന്നേ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് കുടിച്ച് ചിയ സീഡ് കുടിച്ചിട്ട് വെയിറ്റ് കൂടിയ മാതിരി തോന്നുന്നു. അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഏത് കാര്യമാണെങ്കിലും അതിനൊരു പ്രോപ്പർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റേതായ ഒരു ലെവൽ ഓഫ് ആ ഒരു ഇതിലെടുത്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ബോഡിക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് നമുക്ക് നമ്മളെ ബോഡിക്ക് കിട്ടുക. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ചിയ സീഡിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് അവരെ വെയിറ്റ് ലോസ് ഫാസ്റ്റിനാക്കാൻ വേണ്ടിയിട്ടും അതല്ലാത്തവർക്കും ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ ചിയ സീഡിനെ കുറിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ
നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടാകും. അതല്ലാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.